നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോമസ് ചാണ്ടി MLA ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞായി മാറുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപകുമാർ. ദുരിതാശ്വാസ ധനസഹായ വിതരണം ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രം. കുന്നുമ്മ വില്ലേജ് ഓഫീസിനെതിരെ വ്യാപക പരാതി. അനധികൃത ഷാപ്പിനെതിരെ ശബ്ദിച്ചതിന് അബ്കാരികളും ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചു. യുവാവ് ആശുപത്രിയിൽ. വാർത്തകൾ വിശദമായി. എല്ലാം ഞമ്മളാണെന്ന ബഷീർ കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞായി മാറുകയാണ് കുട്ടനാട് MLA എന്ന കുട്ടനാട് നോർത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപകുമാർ. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിനെ ആക്ഷേപിക്കുകയും കൈനകരി മുണ്ടക്കൽ പാലത്തിന് 1 കോടി രൂപ അനുവദിച്ചത് താനാണെന്നുമുള്ള തോമസ് ചാണ്ടി MLAയുടെ വാദം പൊള്ളയാണ്. അതിനു തെളിവ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തന്നെയാണെന്നും കെ ഗോപകുമാർ പറഞ്ഞു. മങ്കൊമ്പിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബജറ്റ് അവതരിപ്പിച്ച ദിവസം സിവിൽ സ്റ്റേഷൻ അനക്സും മറ്റു ചില പാലങ്ങളും ഉൾപ്പെടെ തന്റെ നിർദ്ദേശങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല എന്നതാണ് MLA പറയുന്നത്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് KM മാണിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചതനുസരിച്ച് അനുവദിച്ച കൈനകരി പാലത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നത് അല്പത്തരമാണെന്നും കെ ഗോപകുമാർ പറഞ്ഞു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ധനകാര്യമന്ത്രി ശ്രീ KM മാണിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് കൈനകരിക്കൊരു പാലം, ആ പാലത്തിന് ഫണ്ട് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കൈനകരിക്ക് ഈ പാലത്തിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇത് MLA എന്തൊക്കെ അവകാശവാദം പറഞ്ഞാലും ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കുട്ടനാട് പാക്കേജിന്റെ പ്രശ്നത്തിൽ പോലും ഏറ്റവും ഒടുവിൽ MLA ഇതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പാടശേഖരങ്ങളുടെ ടെൻഡർ, ആ തുക വളരെ വലുതായിരുന്നുകൊണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാനെയും അതുപോലെ ചീഫ് സെക്രട്ടറിയെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കുട്ടനാട്ടിൽ കൊണ്ടുവന്ന് ഈ തുക മുഴുവൻ വെട്ടിക്കുറച്ച് പാടശേഖരത്തിന് ആവശ്യമായ അനിവാര്യമായ തുകയാക്കി കുറച്ചുകൊണ്ട് ഇത് മുഴുവൻ ടെൻഡർ ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വരെ എത്തിച്ചതൊക്കെ കേന്ദ്രമന്ത്രിയുടെ ശക്തമായ ഒരു ഇടപെടലിന്റെ ഫലമാണ്. ഇതെല്ലാം താനാണ് കൊണ്ടുവന്നത് എന്ന് MLA അവകാശപ്പെടുന്നത് ഒരിക്കലും ശരിയല്ല. 2013 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 2000 രൂപയുടെ ധനസഹായ വിതരണത്തിന്മേൽ കുന്നുമ്മ വില്ലേജ് ഓഫീസർ അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയതായി പരാതി. അർഹതപ്പെട്ട പിന്നോക്ക സമുദായങ്ങളെയും BPL വിഭാഗത്തെയും മനഃപൂർവ്വം ഒഴിവാക്കിയാണ് അന്തിമ ലിസ്റ്റുണ്ടാക്കിയതെന്ന് നാട്ടുകാർ. ദുരിതാശ്വാസ ക്യാമ്പിന്റെ പടി പോലും ചവിട്ടാത്ത പണക്കാർക്കും രാഷ്ട്രീയ നേതാക്കളുടെ വേണ്ടപ്പെട്ടവരും മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പണം കൈപ്പറ്റിയത്. ഞങ്ങളുടെ ക്യാമ്പിലാണെങ്കിൽ ആ പരിസരത്തായിട്ട് 4 ക്യാമ്പുകളായിട്ട് നടത്തി മാരാടെ സ്കൂളിന്റെ ഇതിൽ നടത്തിയായിരുന്നു. അതിൽ അപൂർവമായിട്ട് 1-2 വീട്ടുകാർക്കുള്ള ഇതേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി കൂടുതലും പേർക്ക് കിട്ടാതെ ഉള്ളതാണ്. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതിൽ കാവാലം കുന്നുമ്മ വില്ലേജ് ഓഫീസ് തികഞ്ഞ ഉദാസീനതയാണ് കാട്ടുന്നത്. കരമടച്ച രസീത്, കൈവശാവകാശം തുടങ്ങി വിവിധ തരം സർട്ടിഫിക്കറ്റുകൾക്കായി എത്തുന്നവരെ നിരന്തരം നടത്തുന്നു എന്നതാണ് വില്ലേജ് ഓഫീസർക്കെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി. നിരവധി പരാതികൾ വില്ലേജ് ഓഫീസിനെതിരെ തഹസിൽദാർക്കും ആലപ്പുഴ ജില്ലാ കളക്ടർക്കും നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. അതേസമയം തനിക്ക് മുമ്പിരുന്ന വില്ലേജ് ഓഫീസറാണ് ദുരിതാശ്വാസ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചതെന്നാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറയുന്നത്. അനധികൃത ഷാപ്പിനെതിരെ ശബ്ദമുയർത്തിയ യുവാവിന് ഗുണ്ടകളുടെ മർദ്ദനം. മിത്രക്കരി തൈപ്പറമ്പിൽ വീട്ടിൽ അശോക് കുമാറിനാണ് ഷാപ്പ് അനുകൂലികളുടെ ക്രൂരമർദ്ദനമേറ്റത്. മിത്രക്കരി ദേവി ക്ഷേത്രത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന അശോകനെ ഇഷ്ടികയും ഓടും ഉപയോഗിച്ച് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കു പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. 12ഓളം തുന്നലുകളും വേണ്ടിവന്നു. മദ്യമയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ അശോക് കുമാറിനെതിരെ ഇതിനു മുമ്പും പലതവണ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി തിരിച്ചറിയാവുന്ന വ്യക്തിയാണ് തന്നെ മർദ്ദിച്ചതെന്നും ഇതിനു പിന്നിൽ അബ്കാരി മുതലാളിമാരുടെ കൈകളാണെന്നും ഇയാൾ പറയുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് രാമഗിരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് NCP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് ആവശ്യപ്പെട്ടു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നീലംപേരൂർ മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉണർവ് 2013-2014 ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് നടത്തിയത്.
നട്ടലിന് ക്ഷതം സംഭവിച്ച കിടപ്പിലായ രോഗികളുടെ സംരക്ഷണവും പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പ് നടത്തിയത്. നെടുമുടി കൃഷിഭവനിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കൈത്തൊഴിൽ ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവർക്കായി ഒരുക്കണം. കുട നിർമ്മാണം, ചന്ദനത്തിരി, പേപ്പർ, ക്യാരി ബാഗ്, ആഭരണ നിർമ്മാണം എന്നിവയിൽ പരിശീലനവും നൽകേണ്ടതുണ്ട്. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ സഹായങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിനിടെ ജേക്കബ് എബ്രഹാം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ കലാം ആസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ നെടുമുടി SI ശിവൻകുഞ്ഞ്, ജനമൈത്രി പോലീസ് പാലിയേറ്റീവ് കെയർ പ്രതിനിധി പുഷ്കരൻ, ചമ്പക്കുളം മെഡിക്കൽ ഓഫീസർ കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് കോർഡിനേറ്റർ ശൈലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, മറ്റ് അവശരായ വിഭാഗക്കാർ, അവർക്കെല്ലാം തന്നെ ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നിയമം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, പദ്ധതികൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സംവിധാനങ്ങളും ഉണ്ട്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 7, 8, 9 തീയതികളിൽ EMS സ്റ്റേഡിയത്തിൽ മികച്ച ചികിത്സയ്ക്കുള്ള ഗോൾഡൻ മെഡിഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിലെ പ്രഗത്ഭ ഡോക്ടർമാർ മെഡിഫെസ്റ്റിൽ സേവനത്തിനെത്തും. വിവിധ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളുടെയും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെയും സർക്കാർ ആശുപത്രികളുടെയും സഹകരണ സ്വകാര്യ ആശുപത്രികളുടെയും പങ്കാളിത്തമുണ്ടാകും. സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന മേളയിൽ 20,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8 ലക്ഷം രൂപയുടെ അലോപ്പതി മരുന്നും 4 ലക്ഷം രൂപയുടെ ആയുർവേദ മരുന്നും 3 ലക്ഷം രൂപയുടെ ഹോമിയോ മരുന്നും വിതരണത്തിനായി സജ്ജമാക്കും. അലോപ്പതി വിഭാഗത്തിൽ എത്തുന്നവരുടെ തുടർ ചികിത്സയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൗകര്യം ഏർപ്പെടുത്തും. ഹോമിയോ രംഗങ്ങളിൽ തുടർ ചികിത്സ വേണ്ടവർക്ക് അത് ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ പല പാടശേഖരങ്ങളിലും പുളിയിളക്കം മൂലം മൂലകങ്ങൾ വേർതിരിഞ്ഞു കിട്ടാതെ ചെടികൾ വേരഴുകി ഓലത്തുമ്പ് കരിഞ്ഞ് മഞ്ഞളിക്കുന്നതിനാൽ കർഷകർ ജാഗ്രത പുലർത്തണമെന്ന് മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. അത്യുഷ്ണവും ചെടി നടുന്നതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്ന കുമ്മായ വസ്തുക്കളുടെ പ്രയോഗം പല കർഷകരും ഒഴിവാക്കിയതുമാണ് പുളിയിളക്കത്തിന് കാരണം. നടിച്ചിലിന് മുമ്പേ ഏക്കറിന് 100 കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം ചേർത്ത് വെള്ളം കയറ്റി കഴുകിക്കളഞ്ഞതിനു ശേഷം മാത്രമേ രണ്ടാം വളപ്രയോഗം നടത്താവൂ. കുമ്മായ പ്രയോഗം സാധിക്കാത്ത പാടശേഖരങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കയറ്റി ഇറക്കി മണ്ണു കഴുകിയും ശരിയായ വിധത്തിൽ ജലപരിപാലനം നടത്തിയും ചെടികളെ സംരക്ഷിക്കണം. അമ്ലാധിക്യമുള്ള പാടങ്ങളിൽ പുള്ളിക്കുത്ത് രോഗം വരാൻ സാധ്യതയുണ്ട്. ചില പാടശേഖരങ്ങളിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിയൽ രോഗമുള്ളതായും കാണുന്നു. ഇത്തരം പാടശേഖരങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഏക്കറിന് 2 കിലോ എന്ന തോതിൽ ചെറിയ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന തൂമ്പിന്റെ വായ്ക്കൽ കെട്ടിയിടണം. രോഗവ്യാപനം തടയുന്നതിന് ഇത് പ്രയോജനം ചെയ്യും. പച്ചച്ചാണകം 20 ഗ്രാം 1 ലിറ്ററിന് എന്ന തോതിൽ വെള്ളത്തിൽ കലക്കി തെളിയൂറ്റി രോഗം വന്ന ഭാഗത്ത് തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് നല്ലതാണ്. നെല്ലിന്റെ സംഭരണ വില 25 രൂപയായി ഉയർത്തണമെന്ന് കർഷക ഫെഡറേഷൻ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. അഖില കേരള നെൽ നാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരിടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ?
ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള ബോധപൂർവ ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സാംസ്കാരിക ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. രാജ്യത്തിന്റെ 65ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 116ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനാഘോഷവും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു അറേക്കളം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ KG നായർ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ മാത്യു പോളച്ചിറ അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. സ്കൂളിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി സനിൽ ജോസഫ്, പ്രിൻസിപ്പൽ ജോർജ് കുട്ടി ജേക്കളം, വാർഡ് മെമ്പർ അലക്സ് മാത്യു, സ്കൂൾ ലീഡർ ജൂബിൻ ജെറി തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരി ചാവറ ഭവനിൽ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിന്റെ തിരുനാൾ ജനുവരി 31 മുതൽ ഫെബ്രുവരി 9 വരെ ആഘോഷിക്കും. ഫാദർ ജോസഫ് പാലക്കുന്നിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. JCI കാവാലം ലേക്ഷോർ ചാപ്റ്ററിന്റെ 2014 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും JCI സോഷ്യൽ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും 27 വൈകിട്ട് 5 കാവാലം റോയൽ പാം റിസോർട്ടിൽ നടക്കും. JCI കാവാലം ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. തൃക്കൊടിത്താനം കരീപ്പറമ്പിൽ ശശികുമാർ ഇക്കഴിഞ്ഞ ഡിസംബറിൽ ശബരിമലയ്ക്ക് യാത്രയായതാണ്. പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല. 46 വയസ്സുള്ള ശശികുമാറിന് നേരിയ മാനസിക പ്രശ്നങ്ങളുണ്ട്. കടുത്ത അയ്യപ്പ ഭക്തനായ ഇയാൾ മലയ്ക്ക് പോകുന്നത് ആദ്യമായല്ല. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 7 കെട്ടുമുറുക്കി മലയ്ക്ക് പോയ ശശികുമാർ പിന്നീട് തിരിച്ചെത്തിയിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ബേക്കറി ജോലിക്കാരിയായ ഭാര്യയും ഓരോ ബസ് വന്നു പോകുമ്പോഴും വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ്. എത്രയും വേഗം തിരിച്ചെത്തണമെന്ന പ്രതീക്ഷയോടെ. ശശികുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9446759082 എന്ന നമ്പറിൽ അറിയിക്കുക. ബജറ്റിൽ KM മാണി കാർഷിക മേഖലയെ അവഗണിച്ചുവെന്ന് സോഷ്യലിസ്റ്റ് ജനത കുട്ടനാട് മണ്ഡലയോഗം കുറ്റപ്പെടുത്തി. കിസാൻ ജനത കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് VK രാജൻ അധ്യക്ഷത വഹിച്ച യോഗം ജനറൽ സെക്രട്ടറി വെളിയനാട് മാതച്ചൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച രാജ്യവ്യാപകമായി LIC ഓഫീസുകൾക്ക് മുന്നിൽ ഏജന്റുമാരുടെ ഉപവാസ സമരം നടക്കും. ആലപ്പുഴ 2ാം ബ്രാഞ്ച് മുന്നിൽ നടക്കുന്ന ഉപവാസ സമരം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജില്ലാ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച വൈകിട്ട് 6 എടത്വ ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കും. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ചരമവാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര കൈതക്കളത്തിലായ നാലുകെട്ടിൽ ഔസേ പൌലോസ് 85 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. കാരിച്ചാൽ മലാൽപ്പറമ്പിൽ തങ്കമ്മ മത്തായി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2 കാരിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. തോമസ് ചാണ്ടി MLA ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞായി മാറുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ഗോപകുമാർ. ദുരിതാശ്വാസ ധനസഹായ വിതരണം ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രം. കുന്നുമ വില്ലേജ് ഓഫീസിനെതിരെ വ്യാപക പരാതി.
ഷാപ്പിനെതിരെ ശബ്ദിച്ചതിന് അബ്കാരികളും ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചു. യുവാവ് ആശുപത്രിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.